കോൺഗ്രസ് അനുഭാവിയായി മാത്രമല്ല നമ്മൾ രമേശ് പിഷാരടിയെ കണ്ടിട്ടുള്ളത്. രമേശ് പിഷാരടി എന്നും വലതു സഹയാത്രികനാണ്. ഒരല്പം കൂടി നമ്മൾ കൃത്യമായി പറഞ്ഞാൽ ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. രാഷ്ട്രീയം അദ്ദേഹം സംസാരിക്കുന്നു നമ്മൾ കേട്ടിട്ടില്ല. ഒരു പൊതു ചടങ്ങിൽ കോൺഗ്രസിന്റെ ഭാഗമായി പിഷാരടി സംബന്ധിക്കുമ്പോൾ പിഷാരടി നർമ്മത്തിൽ ചാലിച്ച കാര്യങ്ങളും ട്രോളുകൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ സദസ്സിനെ കൈയെടുക്കുമെന്നുള്ളതല്ലാതെ പിഷാരടി ശക്തമായ രാഷ്ട്രീയ ചർച്ചകളിലോ ശക്തമായി രാഷ്ട്രീയം പറഞ്ഞ എതിരാളികളെ പ്രതിരോധിക്കുന്നതിലോ ആക്രമിക്കുന്നതിലോ ഒന്നും മുന്നിട്ട് നിൽക്കുന്നതായി നമ്മൾ കണ്ടിട്ടില്ല. ഇത്തവണ പിഷാരടിക്ക് പാലക്കാടും തൃപ്പൂണിത്തുറയും സാധ്യത കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഒരല്പം കൂടി മുന്നിൽ നിന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എം സ്വരാജ് എന്ന രാഷ്ട്രീയ നേതാവ് എന്നതിലും ഉപരി അദ്ദേഹം കേരളത്തിന്റെ മനസ്സാക്ഷിയെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുക. ബാബരിയുടെ വിധി വന്നപ്പോ, അതിജീവതയുടെ വിധി വന്നപ്പോ എവിടെയൊക്കെ മലയാളി മനസ്സിന് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനകൾ വരണമോ, മലയാളിക്ക് ഒരു റെപ്രസെന്റേറ്റീവായി കാണിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവായി മാറ്റം വന്നയാളാണ് എം സ്വരാജ്. കോൺഗ്രസ്സുകാരോട് ഒന്നേ പറയാനുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ ഒരു സെലിബ്രിറ്റി സ്റ്റണ്ട് അല്ല. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ വികസന സാംസ്കാരിക ഇടങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുക. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിൽ പറഞ്ഞതെന്ത്, ചെയ്തതെന്ത് എന്ന് സാധാരണ ആളുകൾ നോക്കുമ്പോ ഇടതുപക്ഷം LDF ഹാൻഡിലുകൾ ഉന്നയിക്കുന്നത് പറഞ്ഞതെന്ത്, ആ പറഞ്ഞതിനു താഴെയാണ് ചെയ്തതെന്ത് എന്ന് കൂട്ടിച്ചേർക്കാൻ ഈ ജനസമൂഹത്തോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത്. അതൊരു വലിയ കോൺഫിഡൻസ് ആണ്. അതൊരു വലിയ കോൺഫിഡൻസ് ആണ്. ചെയ്തതിനെ മുക്കിലും മൂലയിലും ഇട്ട് ഇങ്ങനെ തള്ളി മറിക്കലല്ല, പറഞ്ഞത് വേഴ്സസ് ചെയ്തത് എന്ന് പറയുന്ന നിലപാടിന്റെ നട്ടെല്ലിന്റെ പേരായി CPM-ഉം കൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മാറിയിരിക്കുകയാണ്.